കറി വെക്കുക. അതായത് ഇന്ന് ഒട്ടും സമയമില്ല ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ചിക്കൻ കറി തട്ടി കൂട്ടണം. അതുകൊണ്ട് ഏറ്റവും എളുപ്പം വെക്കാൻ പറ്റുന്നത് കുക്കറിലെ ചിക്കൻ കറിയാണ്. നമ്മള് സാധാരണ സമയമുള്ള ദിവസം നമ്മൾ നന്നായിട്ട് വരട്ടി ചിക്കൻ കറി വെക്കും. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് കുക്കറിലാണ് വെക്കുന്നത്. അപ്പൊ ഞാനും മമ്മിയും ഹെൽപ്പേഴ്സാണ്. ഡോളാണ് വെക്കാറ്, ഡോളാണ് വെക്കുന്നത് ഇപ്പൊ. അത് നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നൊക്കെ നോക്കാം. കാര്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് എങ്ങനെ ഉണ്ടാവും രണ്ടും നോക്കാം നമുക്ക്. ഇതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം അല്ലേ? വെരി ബേസിക് തിങ്സ്. സബോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, കറിവേപ്പില. ഇത് ഡോൺ സ്പെഷ്യൽ ചിക്കൻ കറിയാ മമ്മി. ഇത് നമ്മൾ സാധാരണ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇത് വെളുത്തുള്ളി ഇഞ്ചി ഒത്തിരി ചതക്കേണ്ട ആവശ്യമില്ല. കുക്കറിലായതുകൊണ്ട് 2 വിസിൽ അടിക്കുമ്പോഴത്തേക്കും അതിന്റെ ഫുൾ ടെക്സ്ചർ അങ്ങ് പൊക്കോളും. അപ്പോൾ ആ ടേസ്റ്റ് ഫുള്ള് നമുക്ക് അങ്ങ് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്മോളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. തക്കാളിയൊക്കെ വിസിലടിക്കുമ്പോൾ എല്ലാം ആദ്യം ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എല്ലാം കൂടി ചിക്കൻ മസാലയും കൂടെ കൂട്ടിയിടാനാണ് പ്ലാൻ. ഓക്കെ. അമ്മി കറി കിട്ടാണോ ഉണ്ടായിരുന്നത്? ഈ തോരനൊക്കെ കടുകിടാറുണ്ട്, പക്ഷെ ഞങ്ങള് ചിക്കൻ മാത്രമേ കടുകിടാറില്ല. മമ്മി അപ്പൊ എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. മമ്മി എന്താ ചെയ്യണം? മമ്മി എന്താ ചെയ്യണം? സോ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നെക്സ്റ്റ് സബോള ഇടുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തക്കാളി ഇടും. കുക്കറിൽ ഉണ്ടാക്കുന്നതും സാധാരണ ഉണ്ടാക്കുന്നതും തമ്മിൽ ഭയങ്കര ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ടേസ്റ്റ് ഡിഫറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കുമ്പോഴാണ് സാധാരണ എനിക്ക് തോന്നിയിട്ടുള്ളത്, കുക്കറിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇച്ചിരി ഗ്രേവിക്കും ഇച്ചിരി ടേസ്റ്റ് കൂടുന്നത്. കാരണം ഇത്രയും ഇന്റൻസ് പ്രഷറിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണമുണ്ട്. ഇതിന്റെ എല്ലാ സബോളയുടെ ടേസ്റ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി എല്ലാം കൂടെ അതിന്റെ ടെക്സ്ചറൊക്കെ പോയിട്ട് കുറച്ച് യൂണിഫോം ടെക്സ്ചർ ആവുമല്ലോ. കുക്ക് ചെയ്യാൻ ഒരു ഫീല് കിട്ടാൻ ഇതിന് ഒരു തട്ടിക്കൂട്ടാണ് തോന്നുന്നു. ക്വാണ്ടിറ്റി കൂടുതലുള്ളപ്പോൾ നമ്മൾ പാനില്ലല്ലോ. ഞാൻ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കാശ്മീരി ചില്ലി ഇട്ടു, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് ഗരം മസാല ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പുകൂടി ആദ്യം ആവശ്യത്തിനിട്ടായിരുന്നു. ഇനിയിപ്പോ എല്ലാം കൂടി ഒന്ന് തിളച്ച് വിസിലടിച്ചാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മള് ചിക്കൻ എല്ലാം വെച്ചു, കുക്കറിൽ വെച്ചു. വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. എത്ര വിസിൽ വരണം? എത്ര വിസിൽ വരണം? അയ്യോ, 2 വിസിൽ മതിയാ? ചിക്കൻ പെട്ടെന്ന് വരും. ഒരു വിസിലാണെങ്കിൽ മതിയാവും. സോ ഒരു 3 വിസിൽ കഴിഞ്ഞു. നമ്മളൊരു 2 മിനിറ്റ് അതിന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്തു. നമ്മൾ ഓപ്പൺ ചെയ്യാൻ നോക്കണേ. നോക്കട്ടെ. കൊള്ളാവോ ഇല്ലയോ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. നമുക്ക് ഇച്ചിരി ചാറ് വറ്റിച്ചെടുക്കാം. ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചതാണ്. സോ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ വെള്ളം പറ്റുമല്ലോ. എല്ലാം അറിയാം കുട്ടിക്ക്. കുട്ടി ഇത് ഇന്നലെ തുടങ്ങിയ പണിയല്ല അല്ലേ മമ്മി? മമ്മീനെ എപ്പോഴും സഹായിക്കാറുണ്ടോ മമ്മി? ഡോൺ പറഞ്ഞോ. എനിക്ക് തേങ്ങ ചന്തിത്തരും, അങ്ങനത്തെ സഹായം ചെയ്തു തരുമായിരുന്നു. പിന്നെ
പാത്രമൊക്കെ അവൻ കയ്യിൽ തരും. ഓക്കെ. ഇങ്ങനെ അവന് എന്നെ ഇച്ചിരി സഹായിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു കേട്ടോ. അയ്യോ നിക്കണം കഴിക്കും. വെറുതെ ഇങ്ങനെ കേൾക്കൊണ്ടിരിക്കാൻ നല്ല രസം. അല്ല, നേരെ പറഞ്ഞ് ഞാൻ പറയാറില്ലേ ഈശ്വരൻ? ആ ഇല്ലേ? മമ്മി തരാറുണ്ട്. മമ്മിക്ക് ഒന്നായി സഹായിച്ചു തന്ന് തരാറുള്ളത് പക്ഷെ വലുതായതോറും അത് കുറഞ്ഞു പോയി. അതിനോടൊക്കെ കിട്ടി. വലുതായതോറും കുറഞ്ഞു അത് അങ്ങനെ തന്നെ വേണം കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു മമ്മിയുടെ കുക്കിങ്ങിന്റെ ഒരു ഇത് കണ്ടിട്ടാണ് ഡോൺ കുക്കിങ്ങിനോട് ഇത്ര ഇൻട്രസ്റ്റ് ആയതെന്ന് എനിക്ക് തോന്നുന്നത്. അത് പക്ഷെ 3 പേർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടാ. ചിക്കുചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവരും കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റിൽ ഫുഡ് കിട്ടണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കി തരുന്നൊന്നും കൊള്ളില്ലെന്നാണ് പറയണത് ഇൻഡയറക്ട്ലി. ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യമില്ലല്ലോ. അച്ചാച്ചനുണ്ടല്ലോ, അച്ചാച്ചൻ പക്ഷെ കുക്കിങ്ങില് ഒട്ടും അടുക്കളയിലും പോലും നോക്കാറില്ല. അതിന് പകരം ഞാൻ അന്നേരം വിചാരിച്ചു എന്റെ പിള്ളേരെ കൊണ്ട് നന്നായിട്ട് ചെയ്യിച്ചിട്ട് അവരുടെ കല്യാണം കഴിച്ചു പെണ്ണുങ്ങൾക്കൊക്കെ എളുപ്പമാവട്ടെ. താങ്ക് യു മമ്മി, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമായി. അത് വെള്ളം നീ നോക്കാം. അപ്പൊ ഡോൺ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന്റെ ഗ്യാപ്പില് മമ്മി പെട്ടെന്ന് ചപ്പാത്തി ചൂടാന്ന് പറഞ്ഞു. നമുക്ക് ദോശ ഉണ്ടായിരുന്നു, പക്ഷെ മമ്മി സെഡ് ഷിൽ മേക്ക് ചപ്പാത്തി. കുറച്ചും കൂടെ നന്നായിട്ട് ചപ്പാത്തി അല്ലേ ചിക്കൻ്റെ കൂടെ പോവാ പറഞ്ഞിട്ട് മമ്മി ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. മോൻ ചിക്കൻ കറി ഉണ്ടാക്കി, മമ്മി ചപ്പാത്തി ഉണ്ടാക്കി. ഇഷിത വീഡിയോ ഇട്ടാക്കുന്നത്. അല്ല, എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടാട്ടോ ഞാൻ പുറകില്, ഞാൻ ക്യാമറയുടെ പുറകില് നിൽക്കുന്നത്. അല്ലാണ്ട് മടിയായിട്ടൊന്നും അല്ല കേട്ടോ. കുശുമ്പുണ്ടല്ലേ? സംശയമല്ല, സത്യ. പക്ഷെ എനിക്ക് തോന്നുന്നു മമ്മി ഡോൺ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. മീനിങ് പണ്ടതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ എനിക്കും അധികം നല്ല വലിയായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ എന്നേലും നന്നായിട്ട് ഡോൺ ഉണ്ടാക്കും. അത് പക്ഷെ ഐ ഹാവ് ടു അഡ്മിറ്റ് ഇറ്റ്. ഇതാണെങ്കിൽ സോപ്പിട്ട് പറപ്പിച്ച് നിർത്തിയേക്കാം. അതെ മമ്മിനോട് പറയും അടിപൊളി മമ്മി, സൂപ്പർ. ഡോക്ടറോട് പറയും അടിപൊളി കിട്ടാ, സൂപ്പർ. ഞങ്ങൾ അതൊക്കെ കേട്ട് പാവങ്ങളും ബലഹീനയായിപ്പോ വീണ്ടും കറക്റ്റ് വീക്ക്നെസ്സിൽ വിളിച്ചാൽ മതി. എല്ലാരും പറയുമ്പോ അവളെന്ത് സാധനം ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കും. അല്ല, അതിന് വേണ്ട കഴിവ്. ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്താൽ മതി. നമുക്ക് എടുത്തു തരും. മമ്മിക്ക് തരുമോ? മമ്മിക്ക് തരുമോ? ആർക്കാ തരുന്ന നോക്കട്ടെ. മമ്മിക്ക് തരുമോ? മമ്മിക്ക് താഴെ പ്ലീസ്. മമ്മി സ്റ്റെപ്പ്. അതിന് മമ്മിക്ക്. സോ വൈൽ ഡോൺ വാസ് കുക്കിംഗ് ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. സോ മമ്മി കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ
ഇവിടെ ഉണ്ടായിരുന്ന ചിക്കൻ കറി എങ്ങനെയാണ് വെച്ചിരുന്നത്, മമ്മിയുടെ വീട്ടിൽ പാലയിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ചിക്കൻ കറി വെച്ചിരുന്നത്, പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്യാൻ തുടങ്ങി. സോ ഡോൺ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈനിൽ എസ്കേപ്പായി. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഡോൺ കുറച്ച് കഴിഞ്ഞിട്ട് മാറി. പക്ഷെ അപ്പോൾ നമ്മൾ അപ്പോൾ മമ്മി മനസ്സിലേക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് താളിച്ചിട്ടൊക്കെ ഒന്നും കൂടെ ചിക്കൻ കറി ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാം. ഓൾറെഡി ഇറ്റ് വാസ് യം കേട്ടോ, അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്തു. മമ്മിക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചാലേ കുറച്ച് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തു. അപ്പോൾ ഞാനും അതിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് നമ്മൾ ചപ്പാത്തിയാണ് ഇന്ന് ഡിന്നറിന്, ചിക്കനും ചപ്പാത്തിയാണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരുന്നു. തേനും ഓൾറെഡി ഫുഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൾക്ക് റൈസ് കൊടുത്തു. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.